ഇന്ധന കുടിശ്ശിക വർദ്ധിച്ചതോടെ നിരത്തിലിറക്കാനാകാതെ പോലീസ് വാഹനങ്ങൾ. പണം നൽകാതെ ഇന്ധനം ഇല്ല എന്നാണ് പമ്പുടമകളുടെ നിലപാട്. ഡീസൽ അടിച്ച വകയിൽ പമ്പുകൾക്ക് 2 മാസം മുതൽ 1 വർഷത്തെ വരെ കുടിശ്ശിക തുക നൽകാനുണ്ട്. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ പലയിടങ്ങളിലും രാത്രികാല പട്രോളിംഗ് പോലീസ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. നവകേരള സദസ്സിന് അകമ്പടി പോയ വകയിൽ ഉൾപ്പെടെ നൽകാനുള്ള കുടിശ്ശിക ഭീമമായതോടെയാണ് പമ്പുടമകൾ നിലപാട് കടുപ്പിച്ചത്. അടിച്ച ഇന്ധനത്തിന് പണം നൽകാതെ വന്നതോടെ പല പോലീസ് വാഹനങ്ങളും പാർക്കിംഗിലാണ്. 2 മാസം മുതൽ 1 വർഷം വരെ കുടിശ്ശിക നൽകാനുണ്ട്. തിരുവനന്തപുരം റൂറൽ മേഖലയിലെ കണക്കെടുത്താൽ കിളിമാനൂരിൽ മാത്രം 2 പമ്പുകൾക്ക് നൽകാനുള്ളത് 10 ലക്ഷം. ആറ്റിങ്ങൽ 6 ലക്ഷം, കടയ്ക്കാവൂർ, ചിറയിൻകീഴ 10 ലക്ഷം വീതം. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ പലയിടങ്ങളിലും രാത്രികാല പട്രോളിംഗ് നിർത്തി. അടിയന്തര ആവശ്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. കയ്യിൽ നിന്ന് പണമെടുത്ത് വണ്ടിയോടുന്ന സ്റ്റേഷനുകളുമുണ്ട്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പോലീസിന്റെ ദൈനംദിന പ്രവർത്തികളെ അടക്കം പ്രതികൂലമായി ബാധിക്കും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.